നിങ്ങൾ എപ്പോഴെങ്കിലും സ്ത്രീകളെ വാടകയ്ക്ക് കൊടുക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മിക്കവാറും സമയങ്ങളിൽ നമ്മൾ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്, വീടുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ പല സാധനങ്ങളും വാടകയ്ക്ക് എടുക്കാറുണ്ട്. പക്ഷേ സ്ത്രീകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലോകത്തിൽ പല ഭാഗത്തും സാധാരണയായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ബൾഗേറിയ, ബർമ, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയിലും ഇത് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും എന്നൊക്കെ ആയിരിക്കും. ഇവിടെ 5 വയസ്സ് മുതൽ മുകളിലേക്കുള്ള പെൺകുട്ടികളെയാണ് കച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും ഇത് സംഭവിക്കുന്നു എന്ന് പലർക്കും സംശയം തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എത്ര വുമൺ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാലും, സ്ത്രീകൾക്ക് വേണ്ടി എത്രത്തോളം സുരക്ഷ ഒരുക്കിയാലും, എന്തിന് പാർലമെൻറ്റിൽ വരെ 3% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയാലും ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി അറിയാൻ അധിക ദൂരത്തേക്കും പോകേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ശിവപുരി എന്ന ജില്ല. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഇത് എന്തെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യുന്നതെന്ന്. അല്ല, ഇത് അവിടുത്തെ വെറും കീഴ്വഴക്കങ്ങൾ മാത്രമാണ്. പെൺകുട്ടികളെ വിറ്റ് പണം സമ്പാദിക്കുക. ഈ ഒരു സംവിധാനത്തിന് മധ്യപ്രദേശിൽ അറിയപ്പെടുന്ന പേര് ദാദിച്ച പ്രാത്ത എന്നാണ്. അതായത് ഒരു ചന്തയിൽ കന്നുകാലികളെല്ലാം നിരത്തി നിർത്തും, അതിന് ആവശ്യക്കാർ പണമായി വരുന്നു, ഓരോ കന്നുകാലികളെയും തിരഞ്ഞെടുക്കുന്നു, അവർ അതിനെ കൊണ്ടുപോകുന്നു. അതേ രീതിയിൽ തന്നെയാണ് ശിവപുരി ജില്ലയിലുള്ള ഒരു വൈഫ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഈ വൈഫ് മാർക്കറ്റിൽ വിൽക്കാനുള്ള സ്ത്രീകളെ അവരുടെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ഈ ഒരു ചന്തയിലേക്ക് കൊണ്ടുവരും. അവിടെ അവരെ ഒരു കാഴ്ച വസ്തുവായി നിരത്തി നിർത്തും. അതിനുശേഷം ഈ ചന്തയിലേക്ക് വരുന്ന അതിസമ്പന്നരായ ഹയർ സൊസൈറ്റിയിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാരാണ് ഓരോ സ്ത്രീയെയും തിരഞ്ഞെടുത്ത് പണം ഉറപ്പിച്ച് അവരെ നിശ്ചിത കാലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ നിശ്ചിത കാലം എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 1 വർഷം വരെയാകാം. ഈ ഒരു വർഷം വരെയാണ് ഈ ഒരു എഗ്രിമെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സ്ത്രീകളെ ഒന്നുകിൽ അവരുടെ മാതാപിതാക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കയ്യിലോ തിരിച്ചേൽപ്പിക്കണം. വീണ്ടും ഇവർ ഇത്തരത്തിൽ കച്ചവടം ചെയ്യപ്പെടും. ഈ വാങ്ങുന്ന ആൾക്ക് വീണ്ടും എഗ്രിമെന്റ് പുതുക്കണമെങ്കിൽ വലിയൊരു ഹയർ പ്രൈസിൽ ഈ സ്ത്രീകളെ വീണ്ടും വാങ്ങാനുള്ള അധികാരവും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഈ ഒരു മാർക്കറ്റിൽ വിൽപ്പന ചരക്കായി വെച്ചിരിക്കുന്ന ഓരോ സ്ത്രീകളുടെയും പണം നിശ്ചയിക്കുന്നത് അവരുടെ സൗന്ദര്യവും പ്രായവുമാണ്. അതുപോലെ തന്നെ നമ്മൾ കാർ ഷോറൂമുകളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ഓരോ വാഹനത്തിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഓരോ സ്ത്രീകളും എത്ര പുരുഷന്മാരോടൊപ്പം പോയിട്ടുണ്ട്, എത്ര കാലം ചിലവഴിച്ചിട്ടുണ്ട്, എന്താണ് അവരുടെ പ്രായം, എന്താണ് അവരുടെ സ്കിൻ കളർ, എന്താണ് അവരുടെ ബോഡി സ്ട്രക്ചർ, ഇതെല്ലാം ഈ വിൽപ്പനയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വില നിശ്ചയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പെൺകുട്ടി വിർജിൻ ആണോ അല്ലെങ്കിൽ ബോഡി ടോൺ അല്ലെങ്കിൽ സ്കിൻ കളർ ഏത് തരത്തിലായിരിക്കണം എന്നത് വെച്ചിട്ടാണ്. സാധാരണ ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ മാത്രം പ്രായമുള്ള പെൺകുട്ടികൾക്കാണ്. ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയിൽ പ്രായപൂർത്തിയാകാനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. പക്ഷേ ഇവിടെ വിൽപ്പന നടത്തുന്നത് 5 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെയാണ്. ഇത്തരത്തിൽ വിൽക്കപ്പെടുന്ന സ്ത്രീകളെ ആ ഒരു പ്രദേശത്ത് മൊൽക്കി അല്ലെങ്കിൽ പാറോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് വിലയുള്ളത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കച്ചവടത്തിന് വെച്ചിരിക്കുന്ന വസ്തു, അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു വിൽക്കപ്പെടുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ പരിതാപകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ നിരവധി തവണ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥ? അതോടൊപ്പം തന്നെ ഇവരുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി നൽകുന്ന ഇല്ലീഗൽ ഡ്രഗ്സ്, ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റർകോഴ്സിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് തുടങ്ങിയ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇവയെല്ലാം ഏറ്റവും ഒടുവിൽ അനുഭവിക്കുന്നത് ഈ സ്ത്രീകൾ മാത്രമാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നിന്നും ഭാര്യ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ പുറത്തുള്ള സെക്സ് മാർക്കറ്റുകളിൽ വിറ്റ് കാശുണ്ടാക്കുന്നതും ഇതിനോടൊപ്പം നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഉണ്ട്, ബോണ്ടഡ് ലേബർ അബോളിഷൻ ആക്ട് ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങളുണ്ട്, വുമൺ ട്രാഫിക്കിങ്ങിനെതിരായിട്ടുള്ള നിയമങ്ങളുമുണ്ട്, പോക്സോ നിയമങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ഇത്തരം നിയമങ്ങളൊന്നും മധ്യപ്രദേശിലെ ഈ ജില്ലയിൽ മാത്രം നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് എന്നൊരു ചിന്ത വേണ്ട. 1951 മുതൽ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വിവിധ പദ്ധതികൾ വന്നിട്ടുണ്ട്. 1976 റൂറൽ പോവർട്ടി ഒഴിവാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും നിരവധിയായിട്ടുള്ള പദ്ധതികൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോഴും സ്ത്രീകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നിരവധി പദ്ധതികളുണ്ട്. ആഹാരത്തിന് വേണ്ടി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, വീടിന് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന, കുടിവെള്ളത്തിന് വേണ്ടി ജൽ ജീവൻ മിഷൻ, ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് യോജന, ഇത്രത്തോളം സ്കീമുകളാണുള്ളത്. ഒരിക്കലും സ്വന്തം മക്കളെയും ഭാര്യയെയും മറ്റൊരുവനെ വിറ്റ് സ്വന്തം ദാരിദ്ര്യം ഒഴിവാക്കേണ്ട അത്ര ഗതികേടൊന്നും എന്തായാലും ഇന്ത്യയിലുള്ള ഒരാൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. അതും ഈ ഒരു വലിയ ഗ്രാമം മുഴുവനാണ് ഇത്തരത്തിൽ പോകുന്നത്. അത് തീർച്ചയായിട്ടും പുരുഷ മേധാവിത്വം കൊണ്ട് വളരെ വേഗത്തിൽ പണം സമ്പാദിക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. എന്നിട്ട് ഈ മധ്യപ്രദേശിൽ നടക്കുന്ന ഈ ഒരു പ്രാകൃതമായ ആചാരം ഇല്ലാതാക്കാൻ സാധിച്ചില്ലെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, ഗവൺമെന്റ്
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വരുന്ന സ്കീമുകളെല്ലാം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ ഗവൺമെന്റിന് മുകളിലാണ് ഇത്തരത്തിൽ സ്ത്രീകളെ കച്ചവടം ചെയ്ത് പണം കൊയ്യുന്ന അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും സ്വമേധയാ കേസെടുക്കുന്ന കോടതികളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ശിശുക്ഷേമ സമിതികളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവർ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് സംശയമുള്ളതാണ്. നമ്മുടെ ഭരണഘടന തന്നെ ഓരോ മനുഷ്യനുമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിലെ ഈ സ്ത്രീകളെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പുറത്താണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ.